Success is not final, failure is not fatal. It is the courage to continue that counts. Welcome back to English Ladder. I am George Divin. നമ്മളെല്ലാവരും സിനിമ കാണാറുണ്ടല്ലേ? സിനിമ കണ്ടതിന് ശേഷം ആ സിനിമയെക്കുറിച്ച് ഒത്തിരി നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ കഥയെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഒത്തിരി പറയാറുണ്ട് അല്ലേ? എന്നാൽ ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇംഗ്ലീഷിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ ഒരു സിനിമ കണ്ടതിന് ശേഷം അതിനെ റിലേറ്റ് ചെയ്തുള്ള എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിനിമ കണ്ടതിന് ശേഷം എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു ചാലഞ്ച് ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു തെറ്റുണ്ട്. അപ്പോൾ ആ തെറ്റ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണം, അത് താഴെ കമൻറ്റ് ചെയ്യാൻ വേണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വീഡിയോ. സാധാരണ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും പോകുന്നത് അല്ലേ? ഇനി സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിനിമ കാണാത്തവരോട് വന്നിട്ട് നമ്മൾ സിനിമ കണ്ടു എന്ന് പറയും അല്ലേ? അപ്പോഴാണ് നമുക്ക് കുറേ ചോദ്യങ്ങൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തന്നെ വരുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? വിച്ച് മൂവി ഡിഡ് യു വാച്ച്? ഏത് സിനിമയാണ് നീ കണ്ടത്? വിച്ച് മൂവി ഡിഡ് യു വാച്ച്? അല്ലെങ്കിൽ സാധാരണഗതിയിൽ വേറെ ചോദ്യം ചോദിക്കാം, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ മൂവി? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ മൂവി അങ്ങനെയും ചോദിക്കാം. ഇത് രണ്ടാണെങ്കിലും കറക്റ്റാണ്. ഏത് സിനിമയാണ് നീ കണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ റൈറ്റ് അവേ ചോദിക്കുന്ന നമ്മൾ നെക്സ്റ്റ് ഒരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു സിനിമ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഹൗ വാസ് ദ മൂവി? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഹൗ വാസ് ദ മൂവി? സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമ്മൾ ചോദിച്ചതിന് ശേഷം നമുക്കറിയേണ്ട മറ്റൊരു കാര്യമാണ് ഈ സിനിമയിലെ നായകൻ ആരാണെന്ന് അല്ലേ? അപ്പോൾ ഈ ചോദ്യം നമുക്ക് മലയാളത്തിൽ കിട്ടുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിലോട്ട് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയും ഹൂ വാസ് ദ ഹീറോ എന്ന് അല്ലേ? ഹൂ വാസ് ദ ഹീറോ. പക്ഷേ അങ്ങനെ ചോദിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു പുതിയ വാക്കാണ് പഠിപ്പിച്ചിരുന്നത്. ഹീറോ എന്ന വാക്കിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വാക്കുണ്ട്, പ്രൊട്ടാഗനിസ്റ്റ്. ഓക്കെ, പ്രൊട്ടാഗനിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കിനി മുതൽ ചോദിക്കാം, ഹൂ വാസ് ദ പ്രൊട്ടാഗനിസ്റ്റ്? ഹൂ വാസ് ദ പ്രൊട്ടാഗനിസ്റ്റ്? നായകനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയേണ്ടത് വില്ലൻ ആരാണെന്നുള്ളതാണ് അല്ലേ? വില്ലൻ ആരാണെന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യമേ ചോദിക്കും ഹൂ വാസ് ദ വില്ലൻ അല്ലേ? നോർമലി നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇവിടെയും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു വാക്ക് പരിചയപ്പെടുത്താണ്. നമ്മൾ പ്രൊട്ടാഗനിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആൻറ്റണിമായിട്ട്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വാക്കാണ് എൻറ്റാഗനിസ്റ്റ്. ഓക്കെ, എൻറ്റാഗനിസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് ഹൂ വാസ് ദ എൻറ്റാഗനിസ്റ്റ് എന്നാണ്. നായകനെയും വില്ലനെയും കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയേണ്ടത് ആ സിനിമയിലെ നായിക ആരാണെന്നാണ് അല്ലേ? അപ്പോൾ നായിക ആരാണെന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? നമ്മുടെ ഉള്ളിൽ ഫസ്റ്റ് തന്നെ വരുന്നത് എന്തായിരിക്കും? ഹൂ വാസ് ദ ഹീറോയിൻ അല്ലെങ്കിൽ ഹൂ വാസ് ദ ആക്ട്രസ് എന്നാണ് അല്ലേ? പക്ഷേ ഇന്നത്തെ സമൂഹം ജെൻഡർ ന്യൂട്രലായിട്ട് നമ്മൾ ആക്ടർ എന്നാണ് ഉപയോഗിക്കുന്നത്. മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നമ്മൾ ആക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ നായിക ആരാണെന്നുള്ളത് ഇംഗ്ലീഷിൽ ചോദിക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു യൂസേജ് എന്ന് പറയുന്നത് ഹൂ വാസ് ദ ഫീമെയിൽ ആക്ടർ എന്നാണ്. ഹൂ വാസ് ദ ഫീമെയിൽ ആക്ടർ. സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും ഇതിനെക്കുറിച്ച് അല്ലേ? ഇപ്പോൾ നായകൻ, നായിക, വില്ലൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ സിനിമയിലെ സംവിധായകൻ ആരാണെന്ന് അല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹൂ വാസ് ദ ഡയറക്ടർ? അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ഡയറക്ടർ ആണോ ഡിറക്ടർ ആണോ എന്ന്. ഈ രണ്ട് വാക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഡയറക്ടർ എന്നും ഡിറക്ടർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അത് UK-യും US-ഉം പ്രൊനൗൺസിയേഷൻ വരുന്ന ഡിഫറൻസ് മാത്രമാണ്. എങ്ങനെ ചോദിച്ചാലും കുഴപ്പമില്ല. സോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചോദിക്കേണ്ടത്? ഹൂ വാസ് ദ ഡയറക്ടർ അല്ലെങ്കിൽ ഹൂ വാസ് ദ ഡിറക്ടർ. ഓക്കെ, നോർമലി നമ്മൾ സിനിമ ബുക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ സമയം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? കാരണം എന്താണ്? ചിലപ്പോൾ ഈ സമയം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു പരിപാടി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും സിനിമ നോക്കാൻ നേരത്ത് ആ സിനിമ എത്ര സമയം ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നോർമലി ഇംഗ്ലീഷ് സിനിമകളുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ എപ്പോഴും ഷോർട്ടായിരിക്കും. പക്ഷേ റീസെൻ്റ്ലി ഇറങ്ങിയ അവതാർ 2 എന്ന് പറയുന്ന സിനിമ 3 hours മേലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയം നമ്മൾ പ്രശ്നത്തിലാക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് സമയം എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ എത്ര സമയം എടുത്തു എന്നുള്ളത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്? എത്ര സമയം ഈ സിനിമ എടുത്തു എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ,
ഓരോ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാലും ആ സിനിമയിലുള്ള പല രംഗങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ? എപ്പോഴും പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് നേരത്തേക്ക് ഫുള്ള് ആ സിനിമയെ കുറിച്ച് തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഈ സിനിമയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വാട്ട് ഡിഡ് യു ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ദ മൂവി? വാട്ട് ഡിഡ് യു ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ദ മൂവി? സിനിമകൾ തന്നെ പല വിധത്തിലുണ്ട് അല്ലേ? ചിലത് കോമഡി ആയിരിക്കും, ചിലത് ആക്ഷൻ ആയിരിക്കും, ചിലത് സസ്പെൻസ് ആയിരിക്കും, ചിലത് ക്രൈം ത്രില്ലേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒത്തിരി വിധത്തിലുള്ള സിനിമകളുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമുണ്ടാകും. പക്ഷേ ഒരു സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഏത് വിഭാഗത്തിൽപ്പെട്ടാണെന്നുള്ളത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? സാധാരണഗതിയിൽ എല്ലാവരും ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും വിച്ച് കാറ്റഗറി എന്നുള്ളത് അല്ലേ? ഈ കാറ്റഗറി എന്നുള്ള വാക്കിനേക്കാളും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ജോൺർ. അപ്പോൾ വിച്ച് ജോൺർ ഡസ് ഇറ്റ് ബിലോങ് ടു? ജോൺർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GENRE അതാണ് സ്പെല്ലിങ്. പക്ഷേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ജോൺർ അങ്ങനെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ലിറ്റററി കാറ്റഗറീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരിക്കലും കാറ്റഗറി എന്ന് നിങ്ങൾ ഉപയോഗിക്കരുത്, മറിച്ച് ഇത് പറഞ്ഞ് കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കി വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ മറക്കരുത് വിച്ച് ജോൺർ ഡസ് ഇറ്റ് ബിലോങ് ടു. ചില സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയിൽ ഒന്നിലധികം സൂപ്പർ സ്റ്റാർസ് അഭിനയിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ആരായിരിക്കും നല്ല രീതിയിൽ അഭിനയിക്കുന്നത്? എല്ലാവരെയും നമ്മൾ കീൻലി ഒബ്സർവ് ചെയ്യും അല്ലേ? അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ചോദിക്കാം, ഇതിൽ ആരാണ് ബെറ്റർ ആയിട്ട് അഭിനയിച്ചതെന്നുള്ളത് എങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ RRR, ആ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള 2 പേരുണ്ട്. അതുപോലെ തന്നെ പഠാൻ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷാരുഖ് ഖാനും ജോൺ എബ്രഹാമും, അങ്ങനെ 2 സ്റ്റാർസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ആരുടെ പെർഫോമൻസ് ആണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ? ഹൂസ് പെർഫോമൻസ് വാസ് ബെറ്റർ. ഇതുവരെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു? സിനിമ കാണാതിരുന്ന ഒരാൾ ആ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിച്ചത്. ഇനി നമ്മൾ ഒരുമിച്ച് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ സിനിമയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് സിനിമ കണ്ടവർ ആ സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്, ഡിഡ് യു ലൈക്ക് ദ മൂവി? നിനക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ ഡിഡ് യു ലൈക്ക് ദ മൂവി അങ്ങനെ ചോദിക്കാം. ഒരു സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ക്യാരക്ടേഴ്സ് നമ്മളെ ഹോണ്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ പതിഞ്ഞു നിൽക്കാറുണ്ട് അല്ലേ? ആ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നേരത്ത് നമ്മൾ എടുത്തു ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് സിനിമ കണ്ട ഒരാളാണെങ്കിൽ ചോദിക്കും, നിനക്ക് ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PS1 എന്ന് പറഞ്ഞ സിനിമയിൽ ജയറാം അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ഡിഡ് യു ലൈക്ക് ദ ക്യാരക്ടർ ഇൻ ദാറ്റ് മൂവി? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ നമ്മൾ സിനിമ കണ്ടു കഴിയാൻ നേരത്ത് നമുക്ക് നമ്മളുടേതായ അഭിപ്രായങ്ങൾ വരാറുണ്ടല്ലേ? നമുക്ക് തോന്നും, ആ സീൻ എന്തിനായിരുന്നു ആ സിനിമയിൽ? അതൊരാവശ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരാവശ്യമില്ലാത്ത സമയത്താണ് ആ പാട്ട് കൊണ്ടുവന്നിട്ടത്. ഇങ്ങനെ നമുക്ക് പല അഭിപ്രായങ്ങൾ വരാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ആ സീൻ അല്ലെങ്കിൽ ആ സോങ് അവിടെ ആവശ്യമായിരുന്നു, അതിൻ്റെ ആവശ്യകത അവിടെ ഉണ്ടായിരുന്നു, അതെങ്ങനെ നമ്മൾ ചോദിക്കും? വാസ് ദാറ്റ് സീൻ നെസസറി അല്ലെങ്കിൽ വാസ് ദാറ്റ് സോങ് നെസസറി? ഞാൻ ആദ്യം പറഞ്ഞ ചലഞ്ചിനെ കുറിച്ച് നിങ്ങൾ മറക്കരുത്. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? അതിൽ ഒരെണ്ണമാണ് തെറ്റുള്ളത്. മറക്കാതെ അത് നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്, കീപ് വാച്ചിങ്, കീപ് എൻകറേജിങ്, കീപ് സപ്പോർട്ടിങ് by subscribing our channel. Thank you. Have a good day ahead.